നമസ്കാരം, ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറീൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ചെറിയ കുട്ടികളില് മെനിഞ്ചൈറ്റിസ് വന്നിട്ട് എറണാകുളത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ സ്ഥിരീകരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികളിലും വലിയവരിലും വരുന്നതാണ് ഈ മെനിഞ്ചൈറ്റിസ്. അപ്പൊ ഇതെന്താണെന്നും ഇതിന് എന്തൊക്കെ മുൻകരുതൽ നമ്മൾ എടുക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പറയാം. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിലും അതുപോലെ ബ്രെയിനിലും ഒരു കവറിംഗ് ഉണ്ട്, അതാണ് മെനിഞ്ചസ്. അപ്പൊ ഈ മെനിഞ്ചസിൽ വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മെനിഞ്ചൈറ്റിസ് പല രീതിയിൽ നമുക്ക് വരാം. ഓക്കെ, അത് ബാക്ടീരിയൽ ആയിട്ട് വരാം, വൈറൽ ആയിട്ട് വരാം, അതുപോലെ തന്നെ പാരാസൈറ്റിന്റെ ഇൻഫെക്ഷൻ ആയിട്ട് വരാം, അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ട് വരാം, അതുപോലെ തന്നെ നമുക്ക് സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വരാം. അതുപോലെ ചില ട്രോമ, അറ്റാക്ക് ഇതൊക്കെ മൂലം നമുക്ക് ആക്സിഡന്റലി നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ, അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് നമുക്ക് മെനിഞ്ചൈറ്റിസ് വരാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് വരാം. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ബാക്ടീരിയൽ ആയിട്ട് വരുന്ന മെനിഞ്ചൈറ്റിസ് ആണ്. അതിനാണ് കുറച്ചും കൂടിയും ഡേഞ്ചറസ് ആണ്, അത് മരണസാധ്യത കൂടുതലാണ്. പക്ഷെ വളരെ കോമൺ ആയിട്ട് വരുന്നത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് വന്നു എന്ന് പറയുന്നതും വൈറൽ മെനിഞ്ചൈറ്റിസ് ആണ്. അപ്പൊ ഈ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് വൈറസിന്റെ ബാധ കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ട് വരുന്ന മെനിഞ്ചൈറ്റിസ് ആണ്. അപ്പൊ ഇത് വളരെ അപകട സാധ്യത കുറവാണ്, പക്ഷെ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ആ രീതിയിലാണ് വൈറൽ മെനിഞ്ചൈറ്റിസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് CSF ഫ്ലൂയിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതിലൂടെയാണ് നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത് നമുക്ക് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഒരു റിജിഡിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇത് കാണിക്കാറുണ്ട്. കഴുത്തിന്റെ ഭാഗത്ത് റിജിഡിറ്റി, അതുപോലെ കഴുത്ത് നമുക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല, അതുപോലെ റിജിഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇത് ഇതിന്റെ ഒരു ലക്ഷണമാണ്. പിന്നെ വന്നിട്ട് നമുക്ക് പനി വരും, അതുപോലെ തന്നെ നമ്മുടെ ചിൽസ് പോലെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും, അതുപോലെ വിശപ്പ് കുറയും, നല്ല രീതിയിൽ ക്ഷീണം വരും, വേദന വരും. ഇനി ബാക്ടീരിയൽ ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസിലാണ് എന്നുണ്ടെങ്കിൽ, വൈറൽ ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസിലാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് റാഷസ്, അതുപോലെ തന്നെ സ്കിന്നിൽ പലതരത്തിലുള്ള പാടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇറിറ്റേഷൻ, അതുപോലെ വിശപ്പ് കുറയുക, ടേസ്റ്റ് ഇല്ലായ്മ, നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊന്നും ഒട്ടും ടേസ്റ്റ് ഇല്ലാതെ വരിക, ഭയങ്കരമായിട്ട് വേർക്കുക, ക്ഷീണം പോലെ തോന്നുക. പിന്നെ അതുപോലെ തലവേദന, വളരെ സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ഈ മെനിഞ്ചൈറ്റിസിൽ കാണാറുണ്ട്. പിന്നെ അതുപോലെ ഛർദ്ദിക്കാനായിട്ട് വരിക, മനസ്സിലായോ? പിന്നെ അതുപോലെ നമുക്ക് ഈ ചില സൗണ്ടുകൾ കേൾക്കുമ്പോഴും, ചില ലൈറ്റ്, ഭയങ്കരമായിട്ട് ലൈറ്റ് കണ്ണിൽ കുത്തുമ്പോഴൊക്കെ ഇറിറ്റേഷൻ, അതായത് ഒട്ടും അത് സഹിക്കാൻ പറ്റാത്ത, ചെറിയ ലൈറ്റ് ആണെങ്കിലും ചെറിയ സൗണ്ട് ആണെങ്കിലും അതിനോടൊരു അസഹനീയ അവസ്ഥ, അതായത് അത് കേൾക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. ഇൻടോക്സിഫിക്കേഷൻ രീതിയിൽ നമുക്ക് വരാം, ശരീരത്തിൽ ഒരു ഇൻടോക്സിഫിക്കേഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേദനയൊക്കെ അനുഭവപ്പെടാം, പല സ്ഥലങ്ങളിലും നമുക്ക് വേദനയൊക്കെ അനുഭവപ്പെടാം. ആ രീതിയിലൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ട് കാണപ്പെടാറുള്ളത്. പല രീതിയിൽ പല ആളുകളിലും പല ലക്ഷണങ്ങളായിട്ടാണ് കാണുന്നത്. ഇനി ഇത് ചെറിയ കുട്ടികളെ മാത്രമാണോ ബാധിക്കുന്നത്? ഒരിക്കലും അല്ല, ഇത് വലിയ ആളുകളിലും ബാധിക്കാറുണ്ട്. വളരെ കോമൺ ആണ് വൈറൽ ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ്, പക്ഷെ ബാക്ടീരിയയിലാണ് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് പകരുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ, ഭക്ഷണത്തിൽ നമ്മൾ ഷെയർ ചെയ്യുമല്ലോ. ചെറിയ കുട്ടികളൊക്കെ അവർ ലഞ്ച് കഴിക്കുന്ന സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും അല്ലെ, അതിപ്പോ അഡൽസ് ആയാലും നമ്മൾ കഴിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്കിത് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ വെള്ളം ഷെയർ ചെയ്യുമ്പോൾ, നമ്മുടെ കുടിവെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഷെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിൽ വരാം. അതുപോലെ ഈ ഉമിനീര് വഴി, അതുപോലെ ശരീരത്തിലെ ഒരുപാട് സ്രവങ്ങൾ വഴി, ഉമിനീര് തന്നെ ആവണമെന്നില്ല, പല രീതിയിലും. ഓക്കെ, അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പകരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും? ഇത് പ്രതിരോധിക്കാനായിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു അല്ലെ, മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ കൈകളൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക,
അത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് ഒക്കെ ചെയ്യാം. പിന്നെ പ്രിവെന്റീവ് മെഷർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്, ആയുർവേദ മരുന്നുകൾ. അതൊക്കെ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് നമുക്ക് ഈ പെട്ടെന്ന് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനൊക്കെ സാധിക്കും. അത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ഈസിലി ഇത് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ രോഗത്തെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കൈകളൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്യുക. ഫുഡുകളൊന്നും ഷെയർ ചെയ്ത് കഴിക്കാതിരിക്കുക. നിങ്ങൾ കൊണ്ടുവന്ന ഫുഡ് നിങ്ങൾ തന്നെ കഴിക്കുക, ആ രീതിയിലൊക്കെ. പിന്നെ അതുപോലെ വെള്ളം ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാം. കോവിഡ് വന്ന പോലത്തെ നമുക്ക് സാനിറ്റൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം, ആ രീതിയിലൊക്കെ. പിന്നെ ചെറിയ കുട്ടികളോടാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും പനിയൊക്കെ കാണുകയാണെങ്കിൽ, അത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ സ്കൂളിൽ വിടാതിരിക്കുക, ആ രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചികിത്സാ സഹായം കൊടുക്കുക, അല്ലെങ്കിൽ ഇത് കൂടുതൽ സീരിയസ് കണ്ടീഷനിലേക്ക് പോവുകയും ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മൾ അതിനുള്ള ആരോഗ്യപരമായിട്ടുള്ള പരിഗണന അല്ലെങ്കിൽ പരിചരണം ഒക്കെ നമ്മൾ രോഗിക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ആയുർവേദ മരുന്നുകളും ശീലാക്കുക. അപ്പൊ അതൊരു പരിധി വരെ കുഞ്ഞിനാണെങ്കിലും അതുപോലെ തന്നെ അഡൽസിനാണെങ്കിലും ഒരു പരിധി വരെ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.